പടച്ചറബ ഇതിന്റെ കാണ് നമ്മൾ താങ്ങും, പക്ഷേ ഇതിന്റെ വില നമ്മൾ താങ്ങൂല. ഹലോ ആഷിക്കാണ് ഫ്രൈ പാൻ കിച്ചണെന്ന് സംഗതി കുറിച്ചൊക്കെ പറയെങ്കിലും വലിയൊരു കൂടിയ കഥ പറയാനാണ് വന്നത്. 200 റുപ്യാണ് കൈമ റൈസിന്റെ വില. 200 റുപ്യ വില എന്ന് പറയുമ്പോൾ ഇനി നമ്മളൊരു ബിരിയാണി എങ്ങനെ ആക്കേണ്ടി വരും? ഒരു പ്രീമിയം സെഗ്മെന്റ് ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കൈമ റൈസിൽ ബിരിയാണി കൊടുക്കേണ്ടി വരും. നിങ്ങളെ പോലെ തന്നെ എനിക്കും കുറച്ച് സംശയങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് എന്താന്ന് എനിക്കറിയാം. അതായത് വേറെ കുറെ അരി ലോകത്തുണ്ട്. ഇതെന്താ ഈ കൈമക്ക് മാത്രം പ്രത്യേകത ഉണ്ട്. കാരണം ബർദ്മാനിന്ന് മാത്രമാണ് കൈമ വരുന്നത്, ബാക്കിയുള്ള അരി എല്ലായിടത്തും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ എക്സ്പോർട്ടിങ് കൂടി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോപ്പ് നശിച്ചത്, അതിന്റെ അടിയുടെ ക്രോപ്പ് നശിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായി, വില അങ്ങോട്ട് കൂടി. ഞാൻ ആലോചിച്ച് നോക്കണതേ, നമ്മളെ പോലുള്ളവര് ഈ ഒതന്റിക് ബിരിയാണി മാത്രം ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചാൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ വേറൊരു ബിരിയാണി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? ഫ്രൈ പാൻ സംബന്ധിച്ചിടത്തോളം വേറൊരു അരിയിൽ, കയമല്ലാത്ത വേറൊരു അരിയിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണാം ഇൻഷാ അല്ലാഹ്.